വെരിക്കോസ് വെയിനിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് നമ്മൾ സാധാരണ കാണണം. അതായത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഫസ്റ്റ് പ്രോസസിംഗും ഡിസംബർ ലാസ്റ്റോട് കൂടി ഫസ്റ്റ് കാല് ചെയ്തു. അത് നമ്മൾ കൂടുതൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു അപകടത്തിലേക്കായിരിക്കും അത് പോകുന്നത്. ഈ ട്യൂബ് വഴിക്ക് നമ്മൾ കാലിന്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് ആലുവയാണ്. ഇത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി ഞാൻ KSRTCക്കാണ് പോയത്. അന്ന് തന്നെ കാലിന്റെ അടിയിൽ ഏറ്റവും താഴെ ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് മേലെ വരെ ട്യൂബ് കൊണ്ടുപോകും. നമ്മൾ പശു വെച്ച് ഒട്ടിക്കണ പോലെ തന്നെയാണ്. അങ്ങനെ ഫുൾ സിസ്റ്റ് ആയിട്ടാണ് വരിക. തുടക്കത്തിൽ ആ ട്യൂബ് ഇടുന്ന സമയത്ത് ഒരു തുള്ളി, അങ്ങനത്തെ 2 തുള്ളി പോയാലായി. എങ്ങനെയല്ലായിരുന്നു, ശരിക്കും ബ്ലാക്ക് ആയിരുന്നു. കേരളത്തിലെ ഫസ്റ്റ് കേസ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഇടുന്നതാണ്. അല്ല, ഇതിന് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെ രാവിലെ അവർ വരുന്നു, അവർ അഡ്മിറ്റ് പോലും ഇല്ല, അവർ OP വരുന്നു, OP തന്നെ പ്രൊസീജിയർ തീർക്കുന്നു, അവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് പോണേക്കാളും മുമ്പ് അവര് സ്റ്റോക്കിങ്സ് ഇട്ടായിരുന്നു. ഇപ്പൊ ഞാനുള്ളത് ആസ്റ്റർ മീംസ് കോട്ടക്കലിലാണ്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. വെരിക്കോസ് വെയിൻ എന്നുള്ള രോഗം അത് നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്കോ ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോകുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ സൂചനകൾ എന്നുള്ളതും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതും ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഇല്ലല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് വരുന്നത്. പക്ഷെ ചിലപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കാം. അത് നമ്മൾ കൂടുതൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു അപകടത്തിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കാണാൻ മറക്കും. ഒരു ട്രീറ്റ്മെന്റ് ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ പ്രോട്ടോകോളും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇതാ ഒരു ക്യാപ്പ് ഉണ്ട്, മാസ്ക് ഉണ്ട്, പിന്നെ ഓൾറെഡി ഞാൻ ഡ്രസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ ലാബിലേക്ക് കയറാം. അപ്പോൾ ആസ്റ്റർ മീൻസ് കോട്ടക്കലിലെ ഡോക്ടർ തെഹ്സിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏകദേശം ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വെരിക്കോസ് വെയിൻ അത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. ചിലർക്ക് ഉണ്ടായതും അതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ഈ വെരിക്കോസ് വെയിൻ, അതിന്റെ സൂചനകളൊക്കെ എന്തൊക്കെയാണ്? തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഡോക്ടർ സുഹേൽ എൻ്റെ കൊളീഗാണ്. ഡോക്ടർ മുസാഫിർ നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും 2-3 ഡോക്ടേഴ്സും കൂടി നമ്മുടെ ടീമിലുണ്ട്. അവർ ഇപ്പോൾ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, തടിച്ച വെയിനുകളാണ്. ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ കടച്ചിൽ, അതുപോലെ ബ്ലൂ കളർ, അതുപോലെ ചൊറിച്ചിൽ, ചില ആൾക്കാർക്ക് അൾസർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പേഷ്യന്റ് അൾസർ ഉണ്ട്, 2 കാലിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാല് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് വിനാസിൽ. അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്, വേദനയൊക്കെ കുറഞ്ഞു. അപ്പോൾ അടുത്ത കാല് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് കുറേ മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കാലിലൊരു ബ്ലൂ ഡിസ്കളറേഷൻ കാണാം, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും, കുറേ നേരം നമുക്ക് കാല് കടച്ചിലുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്തൊക്കെ ചികിത്സിച്ചാൽ വെച്ചാൽ കാലിന് ഒരു കേടുമില്ലാണ്ട് നമുക്കത് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച ട്രീറ്റ്മെന്റ് കാര്യം, ഇപ്പൊ മുമ്പൊക്കെ സർജറി മാത്രമേ ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിന് സർജറി ഇല്ലാണ്ട് വേറെ ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് 2 കാറ്റഗറികൾ. ഒന്ന് ചൂടാക്കിയിട്ട് വെയിൻ കരിക്കുന്ന ഒരു കാറ്റഗറി, വേറൊന്ന് നോൺ തെർമൽ ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിനാസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചൂടാക്കി കരിക്കുന്നതിൽ ലേസർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു RF അബ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ലേസറിലും RF അബ്ലേഷനിലും വെയിൻ നന്നായി ചൂടാക്കി കരിക്കുകയാണ് ചെയ്യുന്നത്. ലേസറിലാണെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുതലാണ്, ഒരു 600-700 ഡിഗ്രി വരെ ചൂടാക്കും. RF അബ്ലേഷനിലാണെങ്കിൽ ഒരു 120 ഡിഗ്രി വരെയാണ് ചൂടാക്കുന്നത്. ഈ ചൂടാക്കി കരിക്കുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള നെർവ്സിനും ഇതിനും ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ ആ ഭാഗമൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ കൂടുതൽ കൊടുക്കണം. എന്നാലേ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സമയം കൂടുതലെടുക്കും. പേഷ്യന്റ് ഡിസ്കംഫർട്ട് കൂടുതലായിരിക്കും, വേദന കുറച്ച് കൂടുതലായിരിക്കും. ചില സെന്റേഴ്സിൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കാറില്ല, നമ്മൾ ലോക്കൽ ഇതിൽ തന്നെ ചെയ്യാറുണ്ട്. RF നമ്മളിവിടെ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് വിനാസിൽ. നമുക്ക് ആ ട്രീറ്റ്മെന്റ് എന്താണ്, അതിന്റെ പ്രോസസ് കാണിച്ചു. കാലിന്റെ അടിയിൽ ഏറ്റവും താഴെ ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് മേലെ വരെ ട്യൂബ് കൊണ്ടുപോകുന്നു. കാലിന്റെ ഇവിടെയാണ് ലീക്ക് വരുന്നത്, തുടയുടെ അവിടെ. ഈ ട്യൂബ് വഴിക്ക് നമ്മൾ കാലിന്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മേലെ വന്ന് കൊടുത്തു ഇവിടം വരെ എത്തി. നമ്മൾ ഒരു പോയിന്റ് വലിക്കുന്നു, വലിച്ച ഉടനെ ഈ ഗണ്ണ് ഫയർ ചെയ്യണം. ഫയർ ചെയ്യാൻ ടൈം ആയോ? ഓക്കെ, ഗോ ഫയർ. ഓക്കെ, ഇനി അത് കുറച്ചുകൂടി വലിച്ചെടുക്കുന്നു. ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ ഫയർ ചെയ്യാൻ നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ പോയിന്റിൽ ഒരു നമ്മളത് വലിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. നമ്മൾ പശു വെച്ച് ഒട്ടിക്കണ പോലെ തന്നെയാണ്. 30 സെക്കൻഡ് നമ്മളത്
ഇത് വെച്ചിട്ട് പ്രോബ് വെച്ചിട്ട് അമർത്തി പിടിക്കുകയാണ്. എന്നിട്ട് അത് വലിച്ചിട്ട് അടുത്ത സ്ഥലത്ത് വീണ്ടും പയ്യെ പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു കണക്കിൽ വരുള്ളൂ. ആ ഗണ്ണിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഇഞ്ചെക്ട് ചെയ്താൽ ഒരു സ്ഥലത്ത് ഒരുപാട് പോകും, മറ്റേ സ്ഥലത്ത് കുറച്ച് പോവില്ല, അങ്ങനെയൊക്കെ വരുമല്ലോ. അത് വരാതിരിക്കുന്നത് കറക്റ്റ് 0.1 ml കറക്റ്റ് ആയിട്ട് ഒരേ ഇതിൽ പ്രഷറിലായിരിക്കും അളവിൽ മരുന്ന് കയറും. അതിനാണ് ആ ഗണ്ണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചത്. മാത്രമാണ് ആ ഗണ്ണ്. അപ്പൊ അത് അതിന്റെ കൂടെ ഒരുമിച്ച് വല്ലാത്ത അങ്ങനെ ഫുൾ സിസ്റ്റായിട്ടാണ് വരിക. ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ പ്രൊസീജിയർ ഒരു ഡോപ്ലർ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ദുബായിൽ ഒമാനിലൊക്കെ ചെയ്യുന്നത് സുഖമാണ്, നമുക്ക് എളുപ്പമാണ്, ഈസിയാണ്. അത് കഴിഞ്ഞ് ഊരി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ബ്ലീഡിങ് ഇല്ല, ബാൻഡേഡ് പോലത്തെ ഇട്ട് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അപ്പം തന്നെ വിട്ടുപോകും സിമ്പിളായിട്ട്. ഇപ്പോൾ US എങ്ങനെയാ വെച്ചാൽ രാവിലെ അവർ വരുന്നു, അവർ അഡ്മിറ്റ് പോലും ഇല്ല, അവർ OP വരുന്നു, OP തന്നെ പ്രൊസീജിയർ തീർക്കുന്നു, അവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു, വണ്ടി ഓടിച്ച് വരുന്നു. സിമ്പിൾ പ്രോസസ്, അത്രയും സിമ്പിൾ ആണ്. ഒരു ഡൗട്ടാണ്, അപ്പൊ നമ്മൾ ഈ ഗ്ലൂ ഒരു കെമിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആണല്ലോ ഇതിന്റെ ഉള്ളിൽ ബോഡിയിൽ വെക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ? അത് ആ ഇഞ്ചക്ട് ചെയ്ത സ്ഥലത്തേ നിൽക്കുള്ളൂ. ഇതാണ് ഗ്ലൂ. ഇതാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇത് വൈറ്റ് ഭയങ്കര ക്ലിയർ ലിക്വിഡ് ആണ്, വിനാസിലിന്റെ ഗ്ലൂ ആണ്. ഇത് ഞാൻ ചരിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കണം നോക്കി. കുറച്ച് ഹാർഡായിട്ട് ഭയങ്കര വിസ്കസ് ആണ്, ഭയങ്കര അത്ര പെട്ടെന്നൊന്നും ഒഴുകൂല. അത് ഇത്രക്കും അതാണ്. അപ്പൊ നമ്മൾ ആ ഒറ്റിച്ച സ്ഥലത്ത് നിന്ന് അത് പോകില്ല. അപ്പൊ നമ്മൾ അപ്പം തന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അത് ഒട്ടും. എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇതിപ്പോ ബ്ലഡ് ആണോ? അല്ല, ഇത് നമ്മളെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോവിഡോൺ അയഡിൻ എന്ന സാധനമാണ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം. ഞാൻ ആദ്യം കണ്ടപ്പോ ഇത്രയും ബ്ലഡ് കാരണം ചെറിയ ഇതിന്റെ ഉള്ളില് ബ്ലഡിന്റേത് ഇപ്പൊ ഈ ഒരു തുള്ളി ഇല്ലേ, ഓക്കെ, ഇത്രയും വേണ്ട, ഒരു തുള്ളി അത്ര പോലും ബ്ലഡ് ഇതിൽ പോകില്ല. അത്രയും പോവില്ല. കുത്തുന്ന തുടക്കത്തിൽ ആ ട്യൂബ് ഇടുന്ന സമയത്ത് ഇങ്ങനെ 2 തുള്ളി പോയാൽ ഒരു തുള്ളി, അങ്ങനത്തെ 2 തുള്ളി പോയാലായി. ഞാൻ കേട്ടു ഇവിടെയാണ് കേരളത്തിൽ ഫസ്റ്റ് ചെയ്ത് എന്നുള്ള ഒരു ഇത് കേട്ടിരുന്നു. അത് എങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ 2018 US കാലിഫോർണിയയിൽ ഒരു സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോൺഫറൻസ് ഉണ്ട്, ട്രാൻസ് കത്തീറ്റർ തെറാപ്യൂട്ടിക്സ് എന്നാണ് TC. അപ്പൊ അതിന് പോയ സമയത്താണ് ഞാൻ ഈ വിനാസിലിന് ട്രെയിൻഡ് ആവുന്നത്. അവിടെ പോയി പഠിച്ച് നാട്ടിലെത്തി നോക്കുമ്പോൾ ഈ സാധനം ഇന്ത്യയിൽ എത്തിയിട്ടില്ല, ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ എത്തിയില്ല 2018. 2019 ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യണം. പക്ഷെ US അതൊരു 4-5 കൊല്ലമായിട്ട് ഓടുന്നുണ്ട്. പിന്നെ അവരുടെ വിളിച്ച് സംസാരിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് കേസ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ആണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനാസിൽ ചെയ്യുന്ന സെന്ററും ആശ്രമം കോട്ടക്കിലാണ്. അപ്പൊ ചില മാസങ്ങളിൽ ഡൽഹിയിൽ ഒരു സെന്റർ ഉണ്ട്, അവരായിരിക്കും കൂടുതൽ. ചില മാസങ്ങളിൽ നമ്മളായിരിക്കും കൂടുതൽ. ഇപ്പൊ ഈ 3-4 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ഓപ്പൺ ഓപ്പറേഷൻ, അതേപോലെ RFA, പിന്നെ ഈ ട്രീറ്റ്മെന്റും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏത് ചൂസ് ചെയ്യണം എന്നുള്ള? ഒരാൾക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വിനാസിലിന് ആണ് ചോയ്സ്, ക്വസ്റ്റ്യനേ ഇല്ല. വിനാസിൽ ഞാൻ പറഞ്ഞ ചില ഒരു ബോക്സ് ആയിട്ട് വരാം, US ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അതിൽ ഈ ഫുൾ സെറ്റും വരും. ഒരു ഗണ്ണ് ഞാൻ കാണിച്ചു തരാം, ഗണ്ണ്, കത്തീറ്റർ, ഈ വയൽ, ഇതൊക്കെ കൂടി ഒരൊറ്റ ബോക്സ് ആയിട്ടാണ് വരുന്നത്. അത് എക്സ്പെൻസീവ് ആണ്. അതാണ് വിനാസിലിന്റെ. അത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഗമ്മ് നമുക്ക് അവർ തരൂല വേറെ. അത് മൊത്തം കിറ്റായിട്ടേ വരുള്ളൂ. അതിന്റെ ടോട്ടൽ കോസ്റ്റ് കുറച്ച് കൂടുതൽ. അപ്പൊ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് വരുന്നത് വിനാസിലാണ്. അപ്പൊ അത് അഫോർഡബിൾ അല്ലാത്ത ആളുകൾക്കാണ് നമ്മൾ ഈ RF അബ്ലേഷൻ ചെയ്യണം. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇപ്പൊ RFA ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും? RFനും വിനാസിലിനും സെയിം റിസൾട്ട് തന്നെ കിട്ടും. പക്ഷെ RFന് കുറച്ചുകൂടി ഈ ചൂടാക്കി കരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഡിസ്കംഫർട്ട് ഒരു 4-5 ദിവസത്തേക്കൊക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു ബ്ലീഡിങ് പോലത്തെ എന്തെങ്കിലും ചെറുതായിട്ട് കാണാം. അങ്ങനെയുള്ള ചില ഇത് ഇത്തിരി കൂടുതലുണ്ടാവും വിനാസിലിനേക്കാളും. പക്ഷെ ഫിനാൻഷ്യലി ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് അവൈലബിൾ ആക്കാനാണ്. അപ്പൊ അതായത് നല്ല അഫോർഡബിൾ ആണ്, ഇൻഷുറൻസ് ഉണ്ട്, പ്രശ്നമില്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വിനാസിൽ യൂസ് ചെയ്യാം. ഇപ്പൊ പലപ്പോഴും കുറെ നേരം നിൽക്കുന്ന കൂലിപ്പണിക്കാരൊക്കെ ഉണ്ട്, അവർ വരാറുണ്ട് കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്കൊന്നും ചിലപ്പോൾ ഇത് അഫോർഡബിൾ ആവില്ല. അതുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അസുഖം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ കോസ്മെറ്റിക് ഇഷ്യൂന് വരും, മെഡിക്കൽ അല്ലാതെ, അത് വേറെ തെറാപ്പിയാണ്. കോസ്മെറ്റിക്സിൽ നമ്മൾ ഭംഗി വരുത്താനായിട്ട് നേരത്തെ പറഞ്ഞു അങ്ങനെയും ആൾക്കാർ വരും. ഓരോരുത്തരുടെ ആവശ്യം ഓരോന്നാണ്. അത് അവരുടെ മേഖലക്ക് അനുസരിച്ചിരിക്കും, അവരുടെ വർക്കിംഗ് മേഖലക്ക് അനുസരിച്ചാണ് ആവശ്യം വരുന്നത്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് എല്ലാ ലെവലിലും അവൈലബിൾ ആയിരിക്കണം.
അപ്പൊ ഒരാള് ഈ ഒരു സംഭവം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകേണ്ട ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാ സൗകര്യവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ദുബായിലും ഒമാനിലൊക്കെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ കൂടുതൽ ആളുകൾ വരുന്നത് വെരിക്കോസ് വെയിൻ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഭംഗി വരുത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ അവർക്ക് ഇങ്ങനെ ഈ കാണുമ്പോഴുള്ളൊരു അഭംഗി കാരണം അവര് വരും. അപ്പൊ അതിന് വേറെ ചികിത്സയാണ്, ഇതല്ല. അതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് വേറെ, നമ്മൾ സ്ക്ലീറോതെറാപ്പി എന്നിട്ട് വേറെ ഡിഫറൻസ് സാധനം. അതുപോലെ അതിന് പറ്റിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലേസർ ഉണ്ട്. ഡോക്ടർ തന്നെ ദുബായിലും എല്ലാ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് നമുക്ക്. ദുബായിൽ ചെയ്യുന്നുണ്ട്, ഒമാനിൽ ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ളവര് കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് അവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. പറ്റും. അപ്പൊ ട്രീറ്റ്മെന്റ് കണ്ടല്ലോ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് എങ്ങാണ്ട്, ഒരു 15-20 മിനിറ്റ് നമ്മൾ സാധാരണ കാണണം. അതായത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഫസ്റ്റ് പ്രോസസിങ്ങും ആദ്യം പങ്ക്ചർ ചെയ്യണതും ഇത് നോക്കണതും ഒരു 15 മിനിറ്റ് കൊണ്ട്, സ്ട്രേറ്റ് ഫോർവേഡ് കേസൊക്കെ 15 മിനിറ്റ് കൊണ്ടൊക്കെ കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നിൽക്കണ്ട, പോവാം. പക്ഷെ നമ്മളൊരു മണിക്കൂർ കൂടെ നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടേ വിടുള്ളൂ. അല്ല, ഇതിന് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാം മിക്കവാറും പ്രൈവറ്റ് ഇൻഷുറൻസ് ഒക്കെ വെരിക്കോസ് വെയിന്റെ വിനാസിലിനും കിട്ടും, RF-നും കിട്ടും. പിന്നെ വിനാസിൽ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഇൻഷുറൻസും പലപ്പോഴും ഉണ്ടെങ്കിൽ പലപ്പോഴും നടക്കുള്ളൂ. പിന്നെ ഇപ്പൊ മെഡിസപ്പ് ഒക്കെ ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ, മെഡിസപ്പ് ഇൻഷുറൻസും വിനാസിലിന് കിട്ടുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് ഇൻഷുറൻസും കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ പലരും പെയ്ഡ് പേഷ്യൻസ് ആണ്. കാരണം അവർക്ക് പല ആൾക്കാരും എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഇപ്പം ബാക്കിയുള്ളതിന് ഇപ്പൊ കോസ്റ്റ് കുറവാണെങ്കിലും അവർക്ക് ചിലപ്പോൾ റെസ്റ്റ് ഡേയ്സ് കൂടും. അതും കൂടി കണക്കാക്കി നോക്കുമ്പോൾ ഇത് പ്രോബ്ലം അവിടെ ചിലപ്പോ വേറെ നല്ലൊരു എമൗണ്ട് ആയിരിക്കും പോകുന്നത് റെസ്റ്റ് എടുക്കുക. എന്തൊക്കെ എല്ലാവർക്കും വേണ്ടത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ്. നല്ല ട്രീറ്റ്മെന്റ് അവൈലബിൾ, പെയിൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആളുകളും. എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു ട്രീറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണിച്ചു കൊടുക്കാനുള്ളൊരു കാര്യമല്ല, അതൊരു എഡ്യൂക്കേഷൻ പർപ്പസിലും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ള സംഭവം മാത്രമാണല്ലോ, അതൊരു ട്രീറ്റ്മെന്റ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. നേരത്തെ കണ്ട വെരിക്കോസ് വെയിനിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഇതാണ് പേഷ്യന്റ്. പുള്ളിയോട് ചോദിച്ചു നോക്കാം, ഇത് 2ാമത്തെ തവണയാണ് അല്ലേ ചെയ്യുന്നത്? ഓക്കെ, ഡോക്ടർ പറഞ്ഞിരുന്നു. എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? കാരണം ചെയ്ത ആള് തന്നെയാണ് പറയേണ്ടത്, വേറൊരാളല്ലല്ലോ. ഓക്കെ, എനിക്ക് 2 കാലിലും ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിസംബർ ലാസ്റ്റോടു കൂടി ഫസ്റ്റ് കാല് ചെയ്തു. അപ്പോൾ അതിൻ്റെ വെരിക്കോസിന്റെ ബുദ്ധിമുട്ട് മാറി കിട്ടി. പിന്നെ വെരിക്കോസിന്റെ പ്രശ്നം കാരണം ചെറിയ മുറിവ് കാലിനുണ്ടായിരുന്നു. ആ മുറിവ് പയ്യാണ് ഉണങ്ങുള്ളൂ എന്ന് ഡോക്ടർ ചെയ്തിട്ട് എത്ര, ഇതിപ്പോ ഒരു 1.5 മാസം 2 മാസം ആകുമ്പോൾ ഉണങ്ങി വരുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ പിന്നെ കാല് എങ്ങനെയല്ലായിരുന്നു, ശരിക്കും ബ്ലാക്ക് ആയിരുന്നു. ആ ബ്ലാക്ക് ഒക്കെ മാറി ഓക്കെ വരുന്നുണ്ട്. പിന്നെ വേദന മാറി. അപ്പൊ നിലവിലിപ്പോ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ഓക്കെയാണ്. അപ്പോ ഇതിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണമാണ് ഇപ്പോ അഡ്മിറ്റ് ആയി ഇതിന് ചെയ്തത്. ഡോക്ടർ പറഞ്ഞിരുന്ന ഈ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോവാന്നുള്ളത്. ഇന്ന് തന്നെ പോകുന്നുണ്ടോ? ഇന്ന് ഡിസ്ചാർജ് ആണ്. ഓക്കെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ വീട് ആലുവയാണ്. ഇത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി ഞാൻ KSRTCക്കാണ് പോയത് അന്ന് തന്നെ. ഓക്കെ. ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രമാണ് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ആദ്യമുള്ള ആ ഒരു മുറിവാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് വരുന്നുള്ളൂ, അല്ലാതെ നോർമൽ ഓപ്പറേഷൻ പോലെ മൊത്തത്തിൽ എടുത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പ്രൊസീജിയർ കഴിഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയതിനു ശേഷം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, അതോ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും അവർ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇതിൽ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് പോണേക്കാളും മുമ്പ് അവര് സ്റ്റോക്കിങ്സ് ഇട്ടായിരുന്നു കാലില്. ചെയ്ത കാലില് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ഒരാഴ്ചത്തോളം നമ്മള് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. അല്ല, ഓഡിയൻസിന് എന്താ വെച്ചാൽ ഇത് ട്രീറ്റ്മെന്റ് കാണുകയും അത് ചെയ്ത ഒരാളും കൂടെ പറയുമ്പോ കുറച്ചുകൂടെ ഒരു ഇത് ഉണ്ടാവും. അപ്പൊ നിങ്ങളാണ് അതിന്റെ എക്സ്പീരിയൻസ്, എനിക്ക് അറിയുള്ളൂ, കാണുന്നവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടൊന്ന് ചോദിച്ചോളൂ. നല്ല സന്തോഷം. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാബിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി, തീർച്ചയായിട്ടും അതിന് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്താണെന്നുള്ളതും അത് എങ്ങനെ വരും എന്നുള്ളതും അതിന് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതും കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി വരും തോറും നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകളും അഡ്വാൻസ് ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ളതും തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.